1 ദിനവൃത്താന്തം അധ്യായം 1. ആദം മുതൽ അബ്രാഹം വരെ. ആദം, സേത്ത്, എനോഷ്, കേനാൻ, മഹലലേൽ, യാരദ്, ഹെനോക്ക്, മെത്തുസലേഹ്, ലാമക്ക്, നോഹ, ഷേം, ഹാം, യാഫെത്ത്. യാഫെത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായ്, യാവാൻ, തൂബാൽ, മെഷെക്ക്, തിരാസ്. ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ്, ദീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീഷ, താർഷിഷ്, കിത്തിം, റോദാനീം. ഹാമിൻ്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്ത്, കാനാൻ. കുഷിൻ്റെ പുത്രന്മാർ സേബ, ഹവില, സപ്ത, റാമ, സപ്തെക്ക. റാമയുടെ പുത്രന്മാർ ഷെബ, ദദാൻ. കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂദീം, അനാമിം, ലഹാബിം, നഫ്തുഹിം, പത്രുസിം, കസ്ലുഹിം, കഫ്തോറിം എന്നിവർ ജാതരായി. കഫ്തോറിമാണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേത്ത് ദ്വിതീയനും ആയിരുന്നു. ജബൂസിയർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കീയർ, സീന്യർ, അർവാദിയർ, സെമറിയർ, ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, ആഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഗേദർ, മെഷക്ക് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാദ് ഷേലാഹിൻ്റെയും ഷേലാഹ് ഏബറിൻ്റെയും പിതാവാണ്. ഏബറിന് പേലഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പേലഗിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താൻ്റെ പുത്രന്മാർ അൽമോദാദ്, ഷേലഫ്, ഹസർമാവേത്ത്, യറോഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഏബാൽ, അബിമായേൽ, ഷെബ, ഓഫിർ, ഹവില, യോബാബ്, ഷേം, അർപ്പക്ഷാദ്, ഷേലഹ്, ഏബർ, പേലഗ്, റവു, സെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം എന്ന അബ്രാഹം എന്നിവർ ഷേമിൻ്റെ വംശപരമ്പരയിൽപ്പെടുന്നു. അബ്രാഹത്തിൻ്റെ സന്തതികൾ. അബ്രാഹത്തിൻ്റെ പുത്രന്മാർ ഇസഹാക്കും ഇസ്മായേലും. അവരുടെ വംശപരമ്പര. ഇസ്മായേലിൻ്റെ ആദ്യജാതൻ നെബായോത്ത്. കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ഭൂമ, മാസ, ഹദാദ്, തേമ, യത്തൂർ, നഫിഷ്, കേദമ ഇവരും ഇസ്മായേലിൻ്റെ സന്തതികളാണ്. അബ്രാഹത്തിന് ഉപനാരിയായ കെത്തൂറായിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്ക്, ഷുവാഹ്. യോക്ഷാൻ്റെ പുത്രന്മാർ ഷെബ, ദദാൻ. മിദിയാൻ്റെ പുത്രന്മാർ ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ. ഇവർ കെത്തൂറായുടെ വംശത്തിൽപ്പെടുന്നു. അബ്രാഹാം ഇസഹാക്കിൻ്റെ പിതാവാണ്. ഇസഹാക്കിൻ്റെ പുത്രന്മാർ ഏസാവ്, ഇസ്രായേൽ. ഏസാവിൻ്റെ പുത്രന്മാർ എലിഫാസ്, റവുവേൽ, യവൂഷ്, യാലാം, കൊറഹ്. എലിഫാസിൻ്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫി, ഗദ്ധാം, കെനസ്, തിമ്ന, അമലേക്ക്. റവുവേലിൻ്റെ പുത്രന്മാർ നഹത്ത്, സേറഹ്, ഷമ്മ, മിസ. സെയ്റിൻ്റെ പുത്രന്മാർ ലോഥാൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോഥാൻ്റെ പുത്രന്മാർ ഹോറി, ഹോമാം. ലോഥാൻ്റെ സഹോദരിയാണ് തിമ്ന. ഷോബാലിൻ്റെ പുത്രന്മാർ അലിയാൻ, മനഹദ്, ഏബാൽ, ഷെഫി, ഓനാം. സിബയോൻ്റെ പുത്രന്മാർ അയ്യ, ആന. ആനായുടെ പുത്രനാണ് ദീഷോൻ. ദീഷോൻ്റെ പുത്രന്മാർ ഹംറാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിൻ്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, യാഖാൻ. ദീഷാൻ്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേലിൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ വാണ രാജാക്കന്മാർ. ബയോറിൻ്റെ മകൻ ബേല. ഇവൻ ദിൻഹാബ പട്ടണക്കാരനായിരുന്നു. ബേലായുടെ മരണത്തിന് ശേഷം ബൊസ്രാക്കാരനായ സേറഹിൻ്റെ മകൻ യോബാബ് ഭരണമേറ്റു. യോബാബ് മരിച്ചപ്പോൾ തേമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷാം രാജാവായി.
ഹൂഷാമിൻ്റെ മരണത്തിന് ശേഷം ബദാദിൻ്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അബിദ് പട്ടണക്കാരനായ ഇവൻ മോവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിന് ശേഷം മസ്രേക്കാരൻ സംല രാജാവായി. സംലായിക്ക് ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ റഹോബോദ് പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിൻ്റെ മകൻ ബാൽഹാനാൻ രാജാവായി. ബാൽഹാനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള ഹദാദ് രാജാവായി. മെസഹാബിൻ്റെ പൗത്രിയും മാത്രതിൻ്റെ പുത്രിയുമായ മെഹത്താബേലായിരുന്നു അവൻ്റെ ഭാര്യ. ഹദാദിൻ്റെ മരണത്തിന് ശേഷം ഏദോമിൽ വാണ പ്രഭുക്കന്മാർ തെമ്ന, അലിയ, യഥേദ്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം ഇവർ ഏദോമിലെ പ്രമുഖരായിരുന്നു. 1 ദിനവൃത്താന്തം അധ്യായം 2. യൂദായുടെ സന്തതികൾ. ഇസ്രായേലിൻ്റെ പുത്രന്മാർ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ഇസാക്കർ, സെബുലൂൺ, ദാൻ, ജോസഫ്, ബെഞ്ചമിൻ, നഫ്താലി, ഗാദ്, ആഷേർ. യൂദായുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേലഹ്. ഇവരുടെ മാതാവ് കാനാൻകാരിയായ ബെത്ഷുവ ആയിരുന്നു. യൂദായുടെ ആദിജാതനായ ഏർ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ദുഷ്ടനായിരുന്നതിനാൽ അവിടുന്ന് അവനെ നിഹനിച്ചു. മരുമകളായ താമാറിന് പേരസ്, സേറഹ് എന്നീ 2 പുത്രന്മാർ ജനിച്ചു. അങ്ങനെ യൂദായുടെ പുത്രന്മാർ ആകെ 5 പേർ. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രാൻ, ഹാമുൽ. സേറഹിന് സിമ്രി, ഏഥാൻ, ഹേമാൻ, കൽക്കോൽ, ദാര എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഖാൻ കർമ്മിയുടെ പുത്രനാണ്. ഏഥാൻ്റെ പുത്രനാണ് അസറിയ. ഹെസ്രാൻ്റെ പുത്രന്മാർ യറഹമേൽ, റാം, കെലൂബായ്. റാം അമ്മിനാദാബിൻ്റെയും അമ്മിനാദാബ് യൂദാഗോത്രത്തിൻ്റെ നേതാവായ നഹശോൻ്റെയും പിതാവാണ്. നഹശോൻ സൽമയുടെയും സൽമ ബോവാസിൻ്റെയും ബോവാസ് ഓബദിൻ്റെയും ഓബദ് ജെസ്സയുടെയും പിതാവാണ്. ജെസ്സയുടെ പുത്രന്മാർ പ്രായക്രമത്തിൽ ഏലിയാബ്, അമിനാദാബ്, ഷമ്മ, നഥനേൽ, റദായ്, ഓസെം, ദാവിദ്. സെറൂയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറൂയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായേല്യനായ യഥറായിരുന്നു അവൻ്റെ പിതാവ്. ഹെസ്രാൻ്റെ മകനായ കാലബിന് ഭാര്യ അസൂബായിൽ യെറീമോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ യേഷർ, ഷോബാബ്, അർദോൻ. അസൂബായുടെ മരണത്തിന് ശേഷം കാലബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവളിൽ ഹൂർ ജനിച്ചു. ഹൂർ ഊറിയുടെയും ഊറി ബസാലേലിൻ്റെയും പിതാവായി. ഹെസ്രാൻ 60 വയസ്സിൽ ഗിലയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെ മകളെ വിവാഹം ചെയ്തു. അവളിൽ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായിർ എന്നൊരു പുത്രൻ ജനിച്ചു. യായിറിന് ഗിലയാദിൽ 23 നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഹാവോത്തും കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലയാദിൻ്റെ പിതാവായ മാഖീറിൻ്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രാൻ്റെ മരണത്തിന് ശേഷം കാലെബ് പിതാവിൻ്റെ വിധവയായ എഫ്രാത്തായെ പ്രാപിച്ചു. അവളിൽ അവന് ആഷ്ഹൂർ ജനിച്ചു. ആഷ്ഹൂർ തെക്കോവായുടെ പിതാവാണ്. ഹെസ്രാൻ്റെ ആദിജാതനായ യറഹമേലിൻ്റെ പുത്രന്മാർ ആദിജാതനായ റാമും ബൂന, ഓരൻ, ഓസെം, അഹിയ എന്നിവരും. യറഹ്മേലിന് അദാറ എന്ന് വേറൊരു ഭാര്യയുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവളിൽ നിന്നാണ്. യറഹ്മേലിൻ്റെ ആദിജാതനായ റാമിൻ്റെ പുത്രന്മാർ മാസ്, യാമിൻ, ഏക്കർ. ഓനാമിൻ്റെ പുത്രന്മാർ ഷമ്മായി, യാദ. ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ്, അബിഷൂർ. അബിഷൂറിൻ്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അബ്ഹാൻ, മോലിദ് എന്നിവർ ജനിച്ചു. നാദാമിൻ്റെ പുത്രന്മാർ സേലദ്, അഫായിം. സേലദ് മക്കളില്ലാതെ മരിച്ചു. അഫായിമിൻ്റെ പുത്രനാണ് ഇഷി. ഇഷിയുടെ പുത്രൻ ശേഷാൻ. ശേഷാൻ്റെ പുത്രൻ അഹ്ലായ്. ഷമ്മായുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ യഥർ, ജോനാഥാൻ.
യഥർ മക്കളില്ലാതെ മരിച്ചു. ജോനാഥന്റെ പുത്രന്മാർ പേലത്ത്, സാസ. ഇവർ യറഹ്മേലിന്റെ വംശത്തിൽപ്പെടുന്നു. ശേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ യർഹ എന്ന ഒരു ദാസൻ ഉണ്ടായിരുന്നു. ശേഷാൻ തൻ്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അത്തായി എന്നൊരു പുത്രൻ ജനിച്ചു. അത്തായി നാഥാന്റെയും നാഥാൻ സാബാദിന്റെയും പിതാവാകുന്നു. സാബാദിന് യഫ്ലാലും യഫ്ലാലിന് ഓബദും ജനിച്ചു. ഓബദ് യേഹുവിൻ്റെയും യേഹു അസറിയായുടെയും പിതാവാണ്. അസറിയായിക്ക് ഹേലസും ഹേലസിന് എലയാസായും ജനിച്ചു. എലയാസ സിസ്മായുടെയും സിസ്മായി ശല്ലൂമിൻ്റെയും പിതാവാണ്. ശല്ലൂമിന് യക്കാമിയായും യക്കാമിയായിക്ക് എലീഷാമായും ജനിച്ചു. യറഹ്മേലിന്റെ സഹോദരനായ കാലബിന്റെ ആദ്യജാതനും സീഫിന്റെ പിതാവുമാണ് മരേഷ. മരേഷയുടെ പുത്രൻ ഹെബ്രോൺ. ഹെബ്രോണിന്റെ പുത്രന്മാർ കോറഹ്, തപ്പുവ, റക്കേം, ഷേമ. ഷേമ റാഹാമിന്റെയും അവൻ യോർക്കയാമിന്റെയും പിതാവാണ്. റക്കേം ഷമ്മായുടെ പിതാവ്. ഷമ്മായുടെ പുത്രൻ മാവോൻ. മാവോന്റെ പുത്രൻ ബദ്സൂർ. ഹാരാൻ, മോസ, ഗാസേസ് എന്നിവർ കാലെബിന് ഉപനാരിയായ ഏഫായിൽ ജനിച്ചു. ഗാസേസിന്റെ പിതാവാണ് ഹാരാൻ. യഹ്ദായിയുടെ പുത്രന്മാർ റേഗം, യോധാം, ഗേഷാൻ, പേലത്ത്, ഏഫ, ഷാഫ്. മാഖ എന്ന ഉപനാരിയിൽ കാലെബിന് ഹേബർ, തിർഹന എന്നിവർ ജനിച്ചു. മദ്മാനായുടെ പിതാവായ ഷാഫ്, മഗ്ബേനായുടെയും ഗിബയായുടെയും പിതാവായ ഷേവ എന്നിവരും മാഖായിൽ ജനിച്ചു. കാലെബിന്റെ പുത്രിയാണ് അക്സ. ഇവർ കാലെബിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. എഫ്രാത്തിന്റെ ആദ്യജാതനായ ഹൂറിന്റെ പുത്രന്മാർ കിരിയാത്യയാറിമിന്റെ പിതാവ് ഷോബാൽ. ബെത്ലേഹമിന്റെ പിതാവ് സൽമ. ബെത് ഗദറിന്റെ പിതാവ് ഹാരിഫ്. അർദ്ധമെനുഹോത്യർ, ഹാരവെ എന്നിവർ കിരിയാത്യയാറിമിന്റെ പിതാവായ ഷോബാലിന്റെ വംശത്തിൽപ്പെടുന്നു. കിരിയാത്യയാറിമിന്റെ കുലങ്ങൾ ഇത്രർ, പുത്യർ, ഷുമാത്യർ, മിഷ്രായർ. ഇവരിൽ നിന്ന് സെറാത്യരും എഷ്താവോലിരും ഉത്ഭവിച്ചു. ബെത്ലേഹം, നെതോഫാത്യർ, അത്രോദ് ബെദ് യോവാബ്, അർദ്ധമനഹാത്യർ, സോര്യർ എന്നിവർ സൽമ വംശജരാണ്. യാബസിൽ വസിച്ചിരുന്ന നിയമജ്ഞകുലങ്ങൾ തിരാത്യർ, ഷിമയാത്യർ, സുക്കാത്യർ. റേഖാബ് കുടുംബത്തിന്റെ പിതാവായ ഹമാത്തിൽ നിന്ന് ഉത്ഭവിച്ച കേന്യരാണ് ഇവർ. 1 ദിനവൃത്താന്തം അധ്യായം 3. ദാവീദിന്റെ സന്തതികൾ. ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ. ആദ്യജാതൻ അമ്നോൻ ജസ്രയേൽക്കാരി അഹിനോവാമിൽ ജനിച്ചു. രണ്ടാമൻ ദാനിയേൽ കർമ്മൽക്കാരി അബിഗായിലിൽ ജനിച്ചു. മൂന്നാമൻ അബ്സലോം ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു. നാലാമൻ അദോനിയ ഹഗീത്തിൽ ജനിച്ചു. അഞ്ചാമൻ ഷഫാത്തിയ അബിത്താലിൽ ജനിച്ചു. ഭാര്യ എഗ്ലായിൽ. ആറാമൻ ഇത്രയാം ജനിച്ചു. ഹെബ്രോണിലെ 7.5 വർഷത്തെ ഭരണത്തിനിടയിൽ ദാവീദിന് ഈ 6 പുത്രന്മാർ ജനിച്ചു. അവൻ ജെറുസലേമിൽ 33 വർഷം ഭരിച്ചു. അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമയ, ഷോബാബ്, നാഥാൻ, സോളമൻ എന്നീ 4 പേർ. അമ്മിയേലിന് മകളായ ബെത്ഷുവ ആണ് അവരുടെ അമ്മ. ഇബ്ഹാർ, എലീഷാമ, എലിഫലേത്ത്, നോഗ, നേഫഗ്, യാഫിയ, എലീഷാമ, എലിയാദ, എലിഫലേത്ത് ഇങ്ങനെ 9 പേർ. ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാവീദിനുണ്ടായ പുത്രന്മാരാണിവർ. അവർക്ക് താമാർ എന്നൊരു സഹോദരിയുണ്ടായിരുന്നു. സോളമന്റെ സന്തതികൾ തലമുറക്രമത്തിൽ റഹോബോവാം, അബിയ, ആസ, യഹോഷാഫാത്ത്, യോറാം, അഹസിയ, യോവാഷ്, അമസിയ, അസറിയ, യോധാം, ആഹാസ്, ഹെസഖിയ, മനാസെ, ആമോൻ, ജോസിയ. ജോസിയയുടെ പുത്രന്മാർ ആദ്യജാതൻ യോഹനാൻ, രണ്ടാമൻ യഹോയാക്കിം, മൂന്നാമൻ സെദക്കിയ, നാലാമൻ ഷല്ലൂം. യഹോയാക്കിമിന്റെ മകൻ യെക്കോണിയാം, അവന്റെ മകൻ സെദക്കിയ. വിപ്രവാസിയായ യെക്കോണിയായുടെ പുത്രന്മാർ ഷെലാത്തിയേൽ, മൽക്കീരാം, പെദായ, സെനാസർ, യക്കാമിയ, ഹോഷാമ, നെദബിയ.
പെദായയുടെ പുത്രന്മാർ സെറുബാബേൽ, ഷിമയി. മെഷുല്ലാം, ഹനാനിയ എന്നിവർ സെറുബാബേലിൻ്റെ പുത്രന്മാരാണ്. ഷെലോമിത്ത് അവരുടെ സഹോദരി. ഹഷൂബ, ഓഹെൽ, ബറഖിയ, ഹസാദിയ, യശബാഹസദ് എന്നീ 5 പുത്രന്മാർ കൂടി അവനുണ്ടായി. ഹനനിയയുടെ പുത്രന്മാർ പെലത്തിയ, ഏശയ്യ. ഏശയ്യയുടെ പുത്രൻ റഫായ. റഫായയുടെ പുത്രൻ അർനാൻ. അർനാൻ്റെ പുത്രൻ ഒബാദിയ. ഒബാദിയയുടെ പുത്രൻ ഷെക്കാനിയ. ഷെക്കാനിയയുടെ പുത്രൻ ഷെമായ. ഷെമായയുടെ പുത്രന്മാർ ഹത്തൂഷ്, ഈഗാൽ, ബറിയ, നെയാറിയ, ഷാഫാത്ത്. ഷെക്കാനിയയ്ക്ക് ആകെ 6 പേർ. നെയാറിയയുടെ പുത്രന്മാർ എലിയോവേനായി, ഹിസ്കിയ, അസ്രീക്കാം ഇങ്ങനെ 3 പേർ. എലിയോവേനായുടെ പുത്രന്മാർ ഹോദാവിയ, എലിയാഷിബ്, പെലായ, അക്കൂബ്, യോഹനാൻ, ദലായ, അനാനി ഇങ്ങനെ 7 പേർ. 1 ദിനവൃത്താന്തം അധ്യായം 4. യൂദായുടെ മറ്റു സന്തതികൾ. യൂദായുടെ മറ്റു പുത്രന്മാർ പേരസ്, ഹെസ്രോൺ, കർമ്മി, ഹൂർ, ശോബാൽ. ശോബാലിൻ്റെ പുത്രൻ റയായ യാഹാത്തിൻ്റെ പിതാവാണ്. യാഹാത്തിൻ്റെ പുത്രന്മാർ അഹൂമായി, ലാഹാദ്. ഇവരാണ് സറാത്യ കുടുംബങ്ങൾ. ഏഥാമിൻ്റെ പുത്രന്മാർ യസ്രൽ, ഇഷ്മ, ഇദ്ബാഷ്. ഹസ്രൽപോനി ഇവരുടെ സഹോദരി. ഗദോറിൻ്റെ പിതാവ് പെനുവേൽ. ഹൂഷായുടെ പിതാവ് യേസർ. ബെത്ലേഹമിൻ്റെ പിതാവായ എഫ്രാത്തായുടെ ആദ്യജാതൻ ഹൂറിൻ്റെ പുത്രന്മാരാണ് ഇവർ. തെക്കോവായുടെ പിതാവായ അഷൂറിന് ഹേല, നാര എന്ന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. നാരായിൽ അവന് അഹൂസാം, ഹേഫർ, തെമേനി, ഹഹഷ്താരി എന്നിവർ ജനിച്ചു. ഹേലായിൽ സേരദ്, ഇസ്ഹാർ, യത്നാൻ എന്നിവരും ജനിച്ചു. ആനൂബ്, സൊബേബ എന്നിവരും ഹാരൂമിൻ്റെ മകനായ അസർഹേലിൻ്റെ കുടുംബങ്ങളും കോസിൻ്റെ സന്തതികളാണ്. യാബസ് അവൻ്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു. ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എന്നോടുകൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഹുഷായുടെ സഹോദരനായ കെലൂബ് മെഹീറിൻ്റെ പിതാവും മെഹീർ എഷ്തോൻ്റെ പിതാവുമാണ്. എഷ്തോൻ്റെ പുത്രന്മാർ ബദ്രാഫ, പാസയാഹ്, ഈർനഹാഷിൻ്റെ പിതാവായ തെഹീന. ഇവർ രേഖ നിവാസികളാണ്. കെനസിൻ്റെ പുത്രന്മാർ ഒത്നിയേൽ, സെരായ. ഒത്നിയേലിൻ്റെ പുത്രന്മാർ ഹദ്, മെയോനോഥായ്. മെയോനോഥായ് ഓഫ്രായുടെ പിതാവ്. യോവാബിൻ്റെ പിതാവാണ് സെരായ. കരകൗശല വേലക്കാരനാകയാൽ ഗഹർഷിം എന്ന് അറിയപ്പെട്ടിരുന്നവരുടെ പിതാവാണ് യോവാബ്. യെഫുനയുടെ മകനായ കാലെബിന് ഈരു, ഏല, നാം എന്നിവരും ഏലായ്ക്ക് കെനസും ജനിച്ചു. യഹലലേലിൻ്റെ പുത്രന്മാർ സിഫ്, സീഫ, തിറിയ, അസറേൽ. എസ്രായുടെ പുത്രന്മാർ യഥർ, മേരദ്, യേഥർ, യാലോൻ. മേരദ് ഫറവോയുടെ മകളായ ബിഥിയായെ വിവാഹം ചെയ്തു. അവളിൽ മിരിയാം, ഷമ്മായി, എഷ്തമോവായുടെ പിതാവായ ഇഷ്ബ എന്നിവർ ജനിച്ചു. യൂദാ ഗോത്രജയായ ഒരു ഭാര്യയും മേരദിനുണ്ടായിരുന്നു. ഇവൾ ഗാദോറിൻ്റെ പിതാവായ യേരദ്, സൊക്കോയുടെ പിതാവായ ഹെബർ, സനോഹയുടെ പിതാവായ യക്കൂധിയേൽ എന്നിവരുടെ മാതാവാണ്. നഹമിൻ്റെ സഹോദരിയെ ഹോദിയ വിവാഹം ചെയ്തു. ഗർമ്മ്യനായ കെയിലായുടെ പിതാക്കന്മാരും മാഖാദ്യനായ ഏഷ്തമോവായും ഇവളുടെ പുത്രന്മാരാണ്. ഷിമോൻ്റെ പുത്രന്മാർ അമ്നോൻ, റിന്ന, ബെൻഹനാൻ, തീലോൻ. ഈഷിയുടെ പുത്രന്മാർ സോഹെദ്, ബെൻ സോഹെദ്. യൂദായുടെ മകൻ ഷേലായുടെ സന്തതികൾ ലേഖയുടെ പിതാവായ ഏർ, മരേഷായുടെ പിതാവായ ലാദ. ബേത്ത് അഷ്ബേയായിലെ നെയ്ത്തുപണിക്കാരുടെ കുടുംബങ്ങൾ യോക്കിം, കോസേബ നിവാസികൾ യോവാഷ് മോവാബ് ഭരിക്കുകയും പിന്നീട് ലഹമിലേക്ക് തിരിച്ചു പോവുകയും ചെയ്ത സാറാഫ്. ഈ രേഖകൾ പുരാതനമാണ്. ഇവർ നെതായിം, ഗദറ എന്നീ ദേശങ്ങളിൽ വസിച്ചിരുന്ന കുശവന്മാരാണ്.
അവർ രാജാവിന് വേണ്ടി ജോലി ചെയ്ത് അവിടെ പാർത്തു. ശിമെയോന്റെ സന്തതികൾ. ശിമെയോന്റെ പുത്രന്മാർ നെമുവേൽ, യാമിൻ, യാരിബ്, സേരഹ്, സാവൂൾ. സാവൂളിൻ്റെ പുത്രൻ ശല്ലൂം. അവൻ്റെ പുത്രൻ മിബ്സാം. അവൻ്റെ പുത്രൻ മിഷ്മ. മിഷ്മയുടെ പുത്രൻ ഹമുവേൽ. അവൻ്റെ പുത്രൻ സക്കൂർ. അവൻ്റെ പുത്രൻ ഷിമെയി. ഷിമെയിക്ക് 16 പുത്രന്മാരും 6 പുത്രികളും ഉണ്ടായിരുന്നു. എന്നാൽ അവൻ്റെ സഹോദരന്മാർക്ക് അധികം മക്കൾ ഇല്ലായിരുന്നു. യൂദാ ഗോത്രജരെ പോലെ അവർ വർദ്ധിച്ചു പെരുകിയതുമില്ല. അവർ ബേർശെബ, മൊളാദ, ഹസാർ ഷുവാൽ, ബെൽഹ, ഏസം, തോലാദ്, ബഥുവേൽ, ഹോർമ, സിക്ലാഹ്, ബേത് മർക്കാബോദ്, ഹസർ സൂസിം, ബേത്ബിരി, ഷാറായിം എന്നിവിടങ്ങളിൽ വസിച്ചു. ഇവ ദാവീദിൻ്റെ ഭരണകാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. ഏഥാം, അയിൻ, റിമ്മോൺ, തോഖെൻ, ആഷാൻ എന്നീ 5 പട്ടണങ്ങളും ബാൽ വരെ അവയോട് ചേർന്ന ഗ്രാമങ്ങളും അവരുടേതായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും വംശാവലിയെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ. മെഷോബാബ്, യംലേക്ക്, അമസ്യായുടെ മകൻ യോഷ, ജോയേൽ, അസിയേലിൻ്റെ പുത്രനായ സെറായയുടെ പുത്രൻ, യോഷീബിയായുടെ പുത്രൻ യേഹു, എലിയോവേനായി, യാക്കോബ, യശോഹിയ, അസായ, അദിയേൽ, യെസിമിയേൽ, ബനായ, അല്ലോൻ്റെ പുത്രനായ ഷിഫിയുടെ പുത്രൻ സീസ. അല്ലോൻ യദായയുടെയും യദായ ഷിമ്രിയുടെയും ഷിമ്രി ഷെമായയുടെയും പുത്രനാണ്. ഇവർ തങ്ങളുടെ കുലങ്ങൾക്ക് നേതാക്കന്മാരായിരുന്നു. അവരുടെ പിതൃഭവനങ്ങൾ വർദ്ധിച്ചു പെരുകി. ആട്ടിൻപറ്റങ്ങൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ അന്വേഷിച്ച് അവർ താഴ്വരയുടെ കിഴക്ക് ഗദോറിൻ്റെ കവാടം വരെ എത്തി. അവിടെ അവർ സമൃദ്ധമായ മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തി. ദേശം വിസ്തൃതവും സ്വസ്ഥവും സമാധാനപൂർണവും ആയിരുന്നു. അവിടുത്തെ പൂർവ്വനിവാസികൾ ഹാം വംശജരായിരുന്നു. മേൽപ്പറഞ്ഞവർ യൂദ രാജാവായ ഹെസക്കിയയുടെ കാലത്ത് ഗേദോറിനെ ആക്രമിച്ച് അവിടെ വസിച്ചിരുന്ന മെയ്യൂന്യരെയും അവരുടെ കൂടാരങ്ങളെയും നിശേഷം നശിപ്പിച്ചു. കന്നുകാലികൾക്ക് മേച്ചിൽ സ്ഥലങ്ങൾ കണ്ടെത്തിയതിനാൽ അവർ അവിടെ വാസമുറപ്പിച്ചു. ഇഷിയുടെ പുത്രന്മാരായ പെലാത്തിയ, നെയാറിയ, റഫായ, ഉസിയേൽ എന്നിവരുടെ നേതൃത്വത്തിൽ ശിമെയോൻ ഗോത്രത്തിൽപ്പെട്ട 5 പേർ സെയ്ർ മലമ്പ്രദേശത്തേക്ക് ചെന്നു. അവിടെ അവശേഷിച്ചിരുന്ന അമലേക്യരെ സംഹരിച്ച് അവർ അവിടെ താമസിച്ചു. ഇന്നും അവർ അവിടെ പാർക്കുന്നു. 1 ദിനവൃത്താന്തം അധ്യായം 5. റൂബന്റെ സന്തതികൾ. റൂബൻ ഇസ്രായേലിൻ്റെ ആദ്യജാതനെങ്കിലും പിതാവിൻ്റെ ശയ്യ അശുദ്ധമാക്കിയതിനാൽ അവൻ്റെ ജന്മാവകാശം ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർക്ക് നൽകപ്പെട്ടു. അങ്ങനെ അവൻ വംശാവലിയിൽ ആദ്യജാതനായി പരിഗണിക്കപ്പെടുന്നില്ല. യൂദ സഹോദരന്മാരുടെ ഇടയിൽ പ്രബലനാവുകയും അവനിൽ നിന്ന് ഒരു നായകൻ ഉത്ഭവിക്കുകയും ചെയ്തിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെ ആയിരുന്നു. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബന്റെ പുത്രന്മാർ ഹനോക്ക്, പല്ലു, ഹെസ്രോൺ, കർമ്മി. ജോയേലിൻ്റെ പുത്രന്മാർ തലമുറ പ്രകാരം ഷെമായ, ഗോഗ്, ഷിമെയി, മിഖ, റയായ, ബാൽ. ബേറായെ അസീറിയ രാജാവായ തിൽഗത് പിൽനേസർ തടവുകാരനായി കൊണ്ടുപോയി. അവൻ റൂബൻ ഗോത്രത്തിലെ നേതാവായിരുന്നു. റൂബൻ ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി. ജയിയേൽ, സഖറിയ. ജോയേലിൻ്റെ പുത്രനായ ഷെമായയുടെ പൗത്രനും അസാസിൻ്റെ പുത്രനുമായ ബേല. അരോവറിൽ വസിച്ച ഇവരുടെ അതിർത്തി നെബോയും ബാൽമയോനും വരെ വ്യാപിച്ചിരുന്നു. ഗലയാദിൽ അവർക്ക് ധാരാളം കന്നുകാലികൾ ഉണ്ടായിരുന്നതിനാൽ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്കിടക്കുന്ന മരുഭൂമി വരെയുള്ള പ്രദേശം മുഴുവൻ അവർ അധിവസിച്ചു. സൗൾ രാജാവിൻ്റെ കാലത്ത് റൂബൻ ഗോത്രക്കാർ ഹഗ്രിയരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഗിലയാദിൻ്റെ കിഴക്കുള്ള പ്രദേശം സ്വന്തമാക്കി കൂടാരമടിച്ചു പാർത്തു. ഗാദിൻ്റെ സന്തതികൾ. ഗാദിൻ്റെ പുത്രന്മാർ റൂബന്റെ വടക്ക് ബാഷാൻ ദേശത്ത് സലേക്ക വരെ പാർത്തു. അവരിൽ പ്രമുഖൻ ജോയേൽ, രണ്ടാമൻ ഷാഫാം. യാനായിയും ഷാഫാത്തും ബാഷാനിലെ പ്രമുഖന്മാർ. ഗാദ് ഗോത്രത്തിലെ മറ്റു കുലത്തലവന്മാരുടെ വംശാവലി. മിഖായേൽ, മെഷുല്ലാം, ഷേബ, യോറായ്, യക്കാൻ, സിയ,
ഏബർ, ഇങ്ങനെ 7 പേർ. ഇവർ ഹൂറിയുടെ മകനായ അബിഹായിലിൻ്റെ പുത്രന്മാരാണ്. ഹൂറി യറോവായുടെയും യറോവ ഗിലയാദിൻ്റെയും ഗിലയാദ് മിഖായേലിൻ്റെയും മിഖായേൽ യെഷിഷായിയുടെയും യെഷിഷായി യഹ്ദോയുടെയും യഹ്ദോ ബൂസിൻ്റെയും പുത്രന്മാരാണ്. ഗൂനിയുടെ മകനായ അബ്ദിയേലിൻ്റെ മകൻ ആഹി തൻ്റെ പിതൃഭവനത്തിൽ തലവനായിരുന്നു. അവർ ഗിലയാദിലും ബാഷാനിലും അതിൻ്റെ പട്ടണങ്ങളിലും ഷാരോനിലെ മേച്ചിൽപ്പുറങ്ങളിലും അതിർത്തി വരെ പാർത്തു. ഇവരുടെ വംശാവലി യൂദാ രാജാവായ യോഥാമിൻ്റെയും ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെയും കാലത്ത് എഴുതപ്പെട്ടു. റൂബൻ, ഗാദ്, മനാസയുടെ അർദ്ധഗോത്രം ഇവയിൽ ശൂരന്മാരും വാളും പരിചയും എടുക്കാനും വില്ലുകുലച്ച് എയ്യാനും കഴിവുള്ളവരുമായി 44,750 യോദ്ധാക്കൾ ഉണ്ടായിരുന്നു. അവർ ഹഗ്രിയരോടും യഥൂർ, നാഫിഷ്, നോദാബ് എന്നിവരോടും യുദ്ധം ചെയ്തു. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. ആ സഹായത്താൽ അവർ ഹഗ്രിയരുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു. അവർ അവരുടെ കന്നുകാലികളെ കൊള്ളയടിച്ചു. 50,000 ഒട്ടകങ്ങൾ, 2,50,000 ആടുകൾ, 2,000 കഴുതകൾ, ഇവയ്ക്ക് പുറമെ 1,00,000 ആളുകളെയും അവർ പിടിച്ചുകൊണ്ടുപോയി. യുദ്ധം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചായിരുന്നതിനാൽ വളരെ പേർ കൊല്ലപ്പെട്ടു. അവർ പ്രവാസകാലം വരെ അവിടെ പാർത്തു. മനാസയുടെ അർദ്ധഗോത്രക്കാർ ബാഷാൻ മുതൽ ബാൽ ഹെർമോൻ, സെനീർ, ഹെർമോൻ പർവ്വതം എന്നിവിടം വരെ വസിച്ചു. അവർ സംഖ്യാതീതമായി വർദ്ധിച്ചു. ഏഫർ, ഇഷി, എലിയേർ, അസ്രിയേൽ, ജെറമിയ, ഹോദാവിയ, യഹദിയേൽ എന്നിവർ അവരുടെ കുലത്തലവന്മാരും പ്രസിദ്ധരായ ധീരയോദ്ധാക്കളും ആയിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഉപേക്ഷിക്കുകയും അവിടുന്ന് തങ്ങളുടെ മുൻപിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത ജനതകളുടെ ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവം അസീറിയ രാജാവായ പൂലിനെ, തിൽഗത് പിൽനേസറിനെ അവർക്കെതിരെ അയച്ചു. അവൻ റൂബൻ, ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രത്തെയും തടവുകാരായി കൊണ്ടുപോയി. ഹാല, ഹാബോർ, ഹാര, ഗോസാൻ നദീതീരം എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. അവർ ഇന്നും അവിടെ വസിക്കുന്നു.